മേജർ രവി സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംവിധായകനെക്കാട്ടിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ബാക്കിയുള്ള സാമൂഹിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്നതുകൊണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആദ്യം സംവിധാനം ചെയ്ത സിനിമ കീർത്തിയാത്ര ഗംഭീര സിനിമയായിരുന്നു. മോഹൻലാലായിരുന്നു നായകൻ, ജീവ ഉണ്ടായിരുന്നു. രക്ഷയില്ലാത്ത സിനിമയായിരുന്നു. നമ്മൾ വിചാരിച്ചു ഗംഭീരം. അത് കഴിഞ്ഞിട്ട് കുറേ ആറ്റം ബോംബ് പോലെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ കുറേ പടങ്ങൾ എടുത്തു. സംവിധായകനാണല്ലോ, സ്വാഭാവികം. അതിനുശേഷം എനിക്ക് പോലും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമായിരിക്കും പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത പിക്കറ്റ് 43. എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു വലിയ പടമല്ല, പക്ഷെ നല്ല ലൊക്കേഷൻ, നല്ല രസമായിട്ട് എടുത്തേക്കുന്നു. ജോമോൻ ടി ജോണാണ് അതിൻ്റെ ക്യാമറ. ഇപ്പം ഇതൊരു വലിയ വിവാദമായിരിക്കുവാണ്. നമുക്കറിയാം പല സിനിമകളും ചിലവർ സംവിധായകരായിരിക്കത്തില്ല, പേര് മാത്രമേ സംവിധായകരുടെ പേര് കാണത്തുള്ളൂ. പലത് ചെയ്യുന്നത് നീ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ നല്ല പ്രമുഖരായിട്ടുള്ള ക്യാമറമാരോ അല്ലെങ്കിൽ എഡിറ്റർമാരോ ഒക്കെയാണ് പല സിനിമകളും പ്രമുഖരായിട്ട് സിനിമകളൊക്കെ ചെയ്യുന്നത്. വളരെ പ്രമുഖ സംവിധായകർ കുറേ പേരുണ്ടെങ്കിൽ പോലും പലരും, അതുകൊണ്ടാണ് പലരും രണ്ടാമത്തെ ചിത്രം മൂന്നാമത്തെ ചിത്രമൊക്കെ നടക്കാതെ പോലും പോകുന്നത്. ഇപ്പം വിവാദം പോകുന്നത് വേറൊന്നുമല്ല, പിക്കറ്റ് 43യുടെ നിർമ്മാതാവ് OG സുനിൽ വെല്ലുവിളിച്ചേക്കാണ് 25 ലക്ഷം രൂപ പബ്ലിക്കായിട്ട് മേജർ രവിക്ക് വന്നിട്ട് പറയാമോ ഈ സിനിമ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് വലച്ചത് മാത്രമല്ല, ഇത് 100% ഷൂട്ട് ചെയ്ത് മൊത്തം പൃഥ്വിരാജും ജോമോൻ ടി ജോണുമാണ്. ഇദ്ദേഹത്തിനൊന്നും ഒരു കുന്തവും ഡയറക്റ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് OG സുനിൽ. അദ്ദേഹം അതിൻ്റെ നിർമ്മാതാവായതുകൊണ്ട് കൃത്യമായിട്ട് പറയാം. മേജർ രവിക്ക് തിരിച്ച് മറുപടിയും പറയാം. ഇനി ഞാനാണ് ചെയ്തത്, എവിടെ ജോമോൻ ടി ജോൺ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അവരെയും വേണമെങ്കിൽ വെല്ലുവിളിക്കാം. ഇതുവരെയും വെല്ലുവിളി സ്വീകരിക്കാൻ മേജർ രവി എത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ നിസ്സാരക്കാരനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല മേജർ രവി, എന്തായാലും തുറന്ന് പറയുന്ന ഒരാളുമാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഏകദേശം സത്യമാണെന്ന് തോന്നുന്നു. OG സുനിൽ അങ്ങനെ ചുമ്മാതെ പറയുന്ന ഒരാളും അല്ല. അന്നേരം മേജർ രവി ഇങ്ങനെ ആണെങ്കിൽ അടുത്ത വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ മോഹൻലാലിനെ വെച്ച് ഒരുക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ചിത്രങ്ങളൊക്കെ വളരെ 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 മോശമാണ്. കാണ്ടഹാർ ആയാലും ബിയോണ്ട് ദി ബോർഡേഴ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ വളരെ മോശമാണ്. അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് നിർമ്മാതാവൊക്കെ ആയി എന്നിരിക്കെ മോഹൻലാൽ പോലും വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഇതിന് ഡേറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ പറഞ്ഞ സ്ഥിതിക്ക്. കാരണം പിക്കറ്റ് 43 ആണ് ഒരു മിനിമം കീർത്തിയൊക്കെ ശേഷം അത്യാവശ്യം നമുക്ക് നല്ലതെന്ന് തോന്നിയ സിനിമ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വിവാദം ഇപ്പം വളരെ പുകയുന്നുണ്ട് ഈ കാര്യത്തിൽ. എന്തായാലും വിവാദങ്ങൾ കൊഴുക്കുകയാണ് അല്ലെങ്കിൽ പുകയാണ്. സത്യങ്ങൾ എന്തായാലും പുറത്തു വരട്ടെ.